നന്മ സ്ഥാപിക്കുകയും തിന്മ തടയുകയും ചെയ്താൽ ഒരാൾക്ക് കിട്ടാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം സ്വതക്കയുടെ തന്നെ പ്രതിഫലം അയാൾക്ക് കിട്ടും. ദാനം ചെയ്തതുപോലെ പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, വഅ്മുറുക ബിൽ മഅറൂഫ് വനഹ്യുക അനിൽ മുൻകരി സ്വദഖ. ഈ പ്രവൃത്തി ചെയ്യുന്നത് തന്നെ എന്താണ്? സ്വദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, അള്ളാഹു അങ്ങനെ ചെയ്യുന്ന ആളുകൾ അള്ളാഹു സഹായിക്കും. ആ സഹായം എന്താണ്? ഫൽയൻസുറുന്നല്ലാഹു മൻ യൻസുർ. അള്ളാഹു സഹായിക്കും. എന്നിട്ട് ഇങ്ങനെ പറയാൻ, വഅമറു ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ. ഖുർആനിൽ അല്ലാഹു പറയാൻ, ഇത് ചെയ്ത ആളുകളെയാണ് അള്ളാഹു എന്ത് ചെയ്യുക? സഹായിക്കുക. അള്ളാഹുവിനെ സഹായിച്ചവരെ അള്ളാഹ് സഹായിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനെ സഹായിക്കുന്ന കാര്യം പറയണ ഏതാണ്? വഅമറു ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യലാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെയും നശിപ്പിച്ചിട്ടില്ല അവരിൽ ഈ പ്രവൃത്തി ഉള്ള കാലത്തോളം. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അവർ ഈ പ്രവൃത്തി അവര് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കാലത്തോളം അവർ അല്ലാഹു എന്ത് ചെയ്യില്ല? നശിപ്പിക്കുകയില്ല.